ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി. രാഷ്ട്രപതി കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന പദവി, അല്ലേ? പക്ഷേ എങ്ങനെയാണ് ഈ സ്ഥാനത്തേക്ക് ഒരാളെ തിരഞ്ഞെടുക്കുന്നത്? രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിൽ നിന്ന് ഇതിന് എന്ത് വ്യത്യാസമുണ്ട്? നമുക്ക് വളരെ ലളിതമായി ഒന്ന് നോക്കാം. അപ്പോൾ ഈ വിഷയം വ്യക്തമായി മനസ്സിലാക്കാൻ നമ്മൾ 5 കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ആദ്യം ഉപരാഷ്ട്രപതിയുടെ ഭരണഘടനാപരമായ സ്ഥാനം എന്താണെന്ന് നോക്കും. പിന്നെ ആരാണ് വോട്ട് ചെയ്യുന്നത്, അതായത് ഇലക്ടോറൽ കോളേജ്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ നിന്നുള്ള വ്യത്യാസം എന്താണ്, വോട്ടിംഗ് രീതി എങ്ങനെ, പിന്നെ ഏറ്റവും പ്രധാനമായി എന്തിനാണ് ഈ രീതി പിന്തുടരുന്നത് എന്നതിന്റെ കാരണവും നമ്മൾ ചർച്ച ചെയ്യും. ശരി, നമുക്ക് തുടങ്ങിയാലോ? ആദ്യത്തെ പോയിന്റ്, ആർട്ടിക്കിൾ 63 അനുസരിച്ച് എന്താണ് ഉപരാഷ്ട്രപതിയുടെ സ്ഥാനം? നമ്മുടെ ഭരണഘടന പറയുന്നത് ഉപരാഷ്ട്രപതിയുടെ പദവി രാജ്യത്തെ 2ാമത്തെ ഏറ്റവും ഉയർന്ന പദവിയാണ് എന്നാണ്. അതായത് ഔദ്യോഗിക പദവികളുടെ ക്രമത്തിൽ നോക്കിയാൽ രാഷ്ട്രപതിക്ക് തൊട്ടുതാഴെയാണ് ഉപരാഷ്ട്രപതിയുടെ സ്ഥാനം. അതുകൊണ്ടുതന്നെയാണ് ഉപരാഷ്ട്രപതിയെ ഇന്ത്യയുടെ 2ാമത്തെ പൗരൻ അല്ലെങ്കിൽ സെക്കൻഡ് സിറ്റിസൺ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. ആരാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്? ഇവിടെയാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ നിന്നുള്ള ഏറ്റവും വലിയ വ്യത്യാസം നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഈ ഇലക്ടോറൽ കോളേജിൽ ആരൊക്കെയുണ്ട്? വളരെ സിമ്പിളാണ്. പാർലമെന്റിന്റെ 2 സഭകളിലെയും, അതായത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും മുഴുവൻ അംഗങ്ങളും ഇതിൽ വരും. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മാത്രമല്ല, രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത നോമിനേറ്റഡ് മെമ്പേഴ്സിനും വോട്ട് ചെയ്യാം. എന്നാൽ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾക്ക്, അതായത് MLAമാർക്ക് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ടില്ല. ഇതാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. അപ്പോൾ ഈ MLAമാരെ ഒഴിവാക്കിയത് എന്തിനാണെന്നുള്ള ചോദ്യമാണ് നമ്മളെ നേരെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകൾ തമ്മിലുള്ള ഈ വ്യത്യാസത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം വളരെ വ്യക്തമാകും. നോക്കൂ, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പാർലമെന്റിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സംസ്ഥാനങ്ങളിലെ MLAമാരും വോട്ട് ചെയ്യും. പക്ഷേ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലോ പാർലമെന്റിലെ എല്ലാ അംഗങ്ങളും, പക്ഷേ MLAമാരില്ല. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം? അതിന് വ്യക്തമായ ഒരു ഭരണഘടനാപരമായ കാരണമുണ്ട്. നമുക്കതിലേക്ക് വരാം. ശരി, ആരാണ് വോട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അവർ എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നതെന്ന് നോക്കിയാലോ? ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ മീൻസ് ഓഫ് ദി സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് എന്നൊരു രീതിയിലാണ്. പേരുകേട്ട് പേടിക്കുകയൊന്നും വേണ്ട, സംഭവം വളരെ സിമ്പിളാണ്. ഇതിന്റെ പ്രധാന ലക്ഷ്യം വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വെറുമൊരു ഭൂരിപക്ഷം മാത്രമല്ല, വോട്ടർമാരുടെ ഒരു വലിയ വിഭാഗത്തിന്റെ പിന്തുണയുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നതാണ്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, വോട്ട് ചെയ്യുന്ന ഓരോ MPയും സ്ഥാനാർത്ഥികൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് 1, 2, 3 എന്നിങ്ങനെ റാങ്ക് കൊടുക്കും. വിജയിക്കാൻ ഒരു മിനിമം വോട്ട്, അതായത് ഒരു കോട്ട ആവശ്യമാണ്. ആദ്യത്തെ കൗണ്ടിങ്ങിൽ തന്നെ ആർക്കെങ്കിലും ഈ കോട്ട കിട്ടിയാൽ അവർ ജയിച്ചു. ഇനി ആർക്കും കിട്ടിയില്ലെങ്കിലോ? അപ്പോൾ ഏറ്റവും കുറഞ്ഞ വോട്ട് കിട്ടിയയാളെ മത്സരത്തിൽ നിന്ന് ഒഴിവാക്കും. എന്നിട്ട് അയാൾക്ക് കിട്ടിയ വോട്ടുകൾ ആ വോട്ട് ചെയ്തവരുടെ 2ാമത്തെ ചോയ്സിന് കൈമാറും. ഇങ്ങനെ ഒരാൾക്ക് വിജയിക്കാൻ ആവശ്യമായ വോട്ട് കിട്ടുന്നതുവരെ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും. പിന്നെ മറക്കാൻ പാടില്ലാത്ത ഒരു പ്രധാന കാര്യം കൂടിയുണ്ട്. ഈ വോട്ടെടുപ്പ് മുഴുവനായും ഒരു രഹസ്യ ബാലറ്റിലൂടെയാണ്, അതായത് സീക്രട്ട് ബാലറ്റ് വഴിയാണ് നടക്കുന്നത്. ആർക്ക് വോട്ട് ചെയ്തു എന്നുള്ളത് ഒരു രഹസ്യമായിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മളെ ആ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. എന്തിനാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്? അതെ, നമ്മൾ നേരത്തെ ചോദിച്ച ആ ചോദ്യം തന്നെ. എന്തുകൊണ്ടാണ് സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങളെ, അതായത് MLAമാരെ ഈ ഒരു ഇലക്ഷനിൽ നിന്ന് പൂർണ്ണമായും മാറ്റി നിർത്തിയിരിക്കുന്നത്? ഇതിനു പിന്നിൽ വളരെ കൃത്യമായ ഒരു ലോജിക്കുണ്ട്. ഈ ചോദ്യത്തിന് ഏറ്റവും വ്യക്തമായ മറുപടി നൽകിയത് നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്: രാഷ്ട്രപതി രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള തലവനാണ്. അദ്ദേഹത്തിന്റെ അധികാരം കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ഒരുപോലെയുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനങ്ങൾക്കും പങ്കാളിത്തം വേണം. എന്നാൽ ഉപരാഷ്ട്രപതിയുടെ പ്രധാനപ്പെട്ട ജോലി രാജ്യസഭയുടെ അധ്യക്ഷനായിരിക്കുക എന്നതാണ്. അതുകൊണ്ട് ആ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാന നിയമസഭാംഗങ്ങളെ പങ്കെടുപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോ കാര്യത്തിന്റെ കാതൽ ഇതാണ്. ഉപരാഷ്ട്രപതിയുടെ പ്രാഥമികമായ ജോലി എന്ന് പറയുന്നത് രാജ്യസഭയുടെ, അതായത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിന്റെ ചെയർമാനായി പ്രവർത്തിക്കുക എന്നതാണ്. ഇതിനെയാണ് നമ്മൾ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായും ഒരു പാർലമെന്ററി ജോലി ആയതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പും പാർലമെന്റിനുള്ളിൽ തന്നെ ഒതുക്കിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങൾ പെട്ടെന്ന് ഓർത്തെടുക്കാം, അല്ലേ? 1, ഉപരാഷ്ട്രപതി ഇന്ത്യയുടെ സെക്കൻഡ് സിറ്റിസണാണ്. 2, ഇലക്ടറൽ കോളേജിൽ എല്ലാ MPമാരുമുണ്ട്, പക്ഷേ MLAമാരില്ല. 3, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നതും ഇതുതന്നെ.
4. ഇതിന്റെ പ്രധാന കാരണം ഉപരാഷ്ട്രപതിയുടെ രാജ്യസഭാ ചെയർമാൻ എന്ന നിലയിലുള്ള ചുമതലയാണ്. പോകുന്നതിനു മുൻപ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ചോദ്യം വയ്ക്കുകയാണ്. നമുക്കറിയാം, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഉപരാഷ്ട്രപതിക്ക് രാഷ്ട്രപതിയുടെ ചുമതലകൾ വഹിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഒരു രാജ്യം മുഴുവൻ നയിക്കേണ്ടി വന്നേക്കാവുന്നൊരു പദവിയിലേക്ക് പാർലമെന്റ് അംഗങ്ങൾ മാത്രം വോട്ട് ചെയ്ത് ഒരാളെ തിരഞ്ഞെടുക്കുന്നത് എത്രത്തോളം ശരിയാണ്? നമസ്കാരം. ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും ഉയർന്ന പദവി, അതായത് ഉപരാഷ്ട്രപതിയുടെ കസേര, അവിടേക്കെത്താൻ എന്തൊക്കെയാണ് വേണ്ടത്? ഉപരാഷ്ട്രപതിയാകാൻ നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന യോഗ്യതകളും കടമ്പകളും എന്തൊക്കെയാണെന്ന് നമുക്കിന്ന് വിശദമായി ഒന്ന് നോക്കാം. അപ്പോൾ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാകാൻ ഒരു സ്ഥാനാർത്ഥി കടന്നുപോകേണ്ട ഭരണഘടനാപരമായ കടമ്പകൾ എന്തൊക്കെയാണ്? ഇത് വെറുമൊരു നിയമങ്ങളുടെ ലിസ്റ്റ് മാത്രമല്ല കേട്ടോ. നമ്മുടെ ഭരണഘടന തന്നെ നിശ്ചയിച്ചിട്ടുള്ള ചില സുപ്രധാന പരീക്ഷണങ്ങളാണിവ. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ കടമ്പയിലേക്ക് തന്നെ കടക്കാം. അതായത് ഏറ്റവും അടിസ്ഥാനപരമായി ഒരു സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ. പ്രധാനമായും 3 യോഗ്യതകളാണ് വേണ്ടത്. ഒന്നാമതായി തീർച്ചയായും ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം, അതിൽ സംശയമില്ലല്ലോ. രണ്ടാമത് 35 വയസ്സ് പൂർത്തിയായിരിക്കണം. ഇനി മൂന്നാമത്തേതാണ് കുറച്ചുകൂടി സവിശേഷമായൊരു കാര്യം, അതാണ് രാജ്യസഭാ ക്വാളിഫിക്കേഷൻ. അതായത് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ട എല്ലാ യോഗ്യതകളും ഇവർക്കുണ്ടായിരിക്കണം. കാരണം മറക്കരുത്, ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. അപ്പോൾ ഈ അടിസ്ഥാന യോഗ്യതകൾ മാത്രം മതിയോ? ഇല്ല, യോഗ്യത മാത്രം പോരാ, സ്ഥാനാർത്ഥിയുടെ നിഷ്പക്ഷതയും തെളിയണം. അവിടെയാണ് അടുത്ത പരീക്ഷണം വരുന്നത്, ഓഫീസ് ഓഫ് പ്രോഫിറ്റ് നിയമത്തിലൂടെയുള്ള ആ ഒരു ടെസ്റ്റ്. എന്താണ് ഈ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അഥവാ ലാഭകരമായ പദവി? ലളിതമായി പറഞ്ഞാൽ, കേന്ദ്ര സർക്കാരിന്റെയോ ഏതെങ്കിലും സംസ്ഥാന സർക്കാരിന്റെയോ കീഴിൽ സാമ്പത്തിക നേട്ടം കിട്ടുന്ന ഏതൊരു പദവിയും ഇതിന്റെ പരിധിയിൽ വരും. ഇതിന് പിന്നിലെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. പൊതുപദവി വഹിക്കുന്ന ആൾക്ക് മറ്റ് സാമ്പത്തിക താൽപ്പര്യങ്ങളുടെ സമ്മർദ്ദമില്ലാതെ പൂർണ്ണമായും നിഷ്പക്ഷമായിട്ട് തന്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ കഴിയണം. പക്ഷേ ഈ നിയമത്തിന് ചില പ്രധാനപ്പെട്ട ഇളവുകളുണ്ട്. ഒരു സാധാരണ സർക്കാർ ഉദ്യോഗം അയോഗ്യതയായി കണക്കാക്കുമെങ്കിലും നിലവിലെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ അല്ലെങ്കിൽ ഒരു കേന്ദ്ര സംസ്ഥാന മന്ത്രി, ഈ പദവികളൊന്നും ഓഫീസ് ഓഫ് പ്രോഫിറ്റായി കണക്കാക്കില്ല. അതുകൊണ്ടുതന്നെ ഈ പദവികളിലിരിക്കുന്നവർക്ക് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. യോഗ്യതകളെല്ലാം നേടി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചൊരു സ്ഥാനാർത്ഥിയുടെ യാത്രയിലെ ഏറ്റവും ഗൗരവമേറിയ നിമിഷമാണിത്. രാജ്യത്തോടും രാജ്യത്തിന്റെ ഭരണഘടനയോടും അവർ ചെയ്യുന്ന ആ പവിത്രമായ പ്രതിജ്ഞ. ഈ പവിത്രമായ പ്രതിജ്ഞയെക്കുറിച്ച് എവിടെയാണ് പറയുന്നതെന്നറിയാമോ? നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 69ലാണ് ഇതിനെക്കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വെറുമൊരു ചടങ്ങല്ല, വലിയ ഭരണഘടനാപരമായ പ്രാധാന്യമുള്ള ഒന്നാണ്. ഈ അഫർമേഷനിലെ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. യഥാർത്ഥ വിശ്വാസവും കൂറും പുലർത്തുമെന്നും കർത്തവ്യം വിശ്വസ്തയോടെ നിർവഹിക്കുമെന്നും ഭരണഘടനയോടുള്ള ഈ സമ്പൂർണമായ കൂറാണ് ഈ പദവിയുടെ അടിത്തറ എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ആരാണ് ഈ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത്? അത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ്, അല്ലെങ്കിൽ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന മറ്റൊരാൾ. ഇത് ഭരണകൂടത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഒരു വിശ്വാസ കൈമാറ്റത്തെയാണ് ശരിക്കും സൂചിപ്പിക്കുന്നത്. പദവിയിൽ പ്രവേശിച്ചതുകൊണ്ട് മാത്രം കാര്യങ്ങൾ തീരുന്നില്ല. ആ സ്ഥാനത്തിന്റെ അന്തസ്സും നിഷ്പക്ഷതയും എപ്പോഴും നിലനിർത്താൻ ഉപരാഷ്ട്രപതി ചില കർശനമായ വ്യവസ്ഥകൾ പാലിക്കേണ്ടതുണ്ട്. ഇതിൽ 2 പ്രധാനപ്പെട്ട വ്യവസ്ഥകളുണ്ട്. ഒന്നാമതായി, ഉപരാഷ്ട്രപതിക്ക് പാർലമെന്റിന്റെയോ ഏതെങ്കിലും സംസ്ഥാന നിയമസഭയുടെയോ അംഗമായിരിക്കാൻ കഴിയില്ല. ഇനി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഒരു എംപിയോ എംഎൽഎ ആണെങ്കിലോ ഉപരാഷ്ട്രപതിയായി ചുമതലയേൽക്കുന്ന ദിവസം തന്നെ ആ സീറ്റ് ഒഴിഞ്ഞതായി കണക്കാക്കും. രണ്ടാമതായി, നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത അതേ ഓഫീസ് പ്രോഫിറ്റ് നിയമം ഇവിടെയും ബാധകമാണ്. ലാഭകരമായ മറ്റൊരു പദവിയും വഹിക്കാൻ പാടില്ല. ഇനി നമുക്ക് ഉപരാഷ്ട്രപതിയുടെ ഇമോളിമെന്റ്സ് അഥവാ ശമ്പളത്തെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് നോക്കാം. പ്രതിമാസം 4 ലക്ഷം രൂപയാണ് ഉപരാഷ്ട്രപതിയുടെ ശമ്പളം. പക്ഷേ ഈ ശമ്പളത്തിന്റെ കാര്യത്തിൽ കൗതുകകരമായൊരു വസ്തുത ഒളിഞ്ഞിരിപ്പുണ്ട്. ആ കൗതുകകരമായ വസ്തുത ഇതാണ്: നമ്മുടെ ഭരണഘടന ഉപരാഷ്ട്രപതി എന്ന പദവിക്ക് നേരിട്ടൊരു ശമ്പളം നിശ്ചയിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ 4 ലക്ഷം രൂപ കിട്ടുന്നതെന്നല്ലേ? അത് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നതിനാണ്. പദവിയും ശമ്പളവും തമ്മിലുള്ള ആ ഒരു വേർതിരിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ കണ്ട ഈ നിയമങ്ങളെല്ലാം, യോഗ്യതകൾ, സത്യപ്രതിജ്ഞ, പദവിയിലെ വ്യവസ്ഥകൾ, ഇവയെല്ലാം ഉപരാഷ്ട്രപതി പദവിയുടെ സമഗ്രതയും നിഷ്പക്ഷതയും സംരക്ഷിക്കാൻ നമ്മുടെ ഭരണഘടന ഒരുക്കിയിരിക്കുന്ന കവചങ്ങളാണ്. പക്ഷേ ഈ നിയമങ്ങൾക്കപ്പുറം ഇന്നത്തെ ഒരു ജനാധിപത്യത്തിൽ ഉപരാഷ്ട്രപതിയുടെ ഏറ്റവും നിർണായകമായ പങ്ക് എന്തായിരിക്കും? രാജ്യസഭയെ നയിക്കുന്നതോ അതോ രാഷ്ട്രപതിയുടെ പിൻഗാമിയായി തയ്യാറെടുക്കുന്നതോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെയോ ഉപരാഷ്ട്രപതിയുടെയോ പദവി ഒരു ദിവസം പെട്ടെന്നൊഴിഞ്ഞുപോയാൽ എന്ത് സംഭവിക്കും?
ഒരു അധികാരശൂന്യതയുണ്ടാകുമോ? ഇല്ല. അത്തരം അപ്രതീക്ഷിത സാഹചര്യങ്ങളിൽ പോലും നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിരത എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതൊരു സാധാരണ ചോദ്യമല്ല, അല്ലേ? രാജ്യത്തിന്റെ തലപ്പത്ത് ഒരു നിമിഷം പോലും ആളില്ലാതിരിക്കുന്നത് നമുക്ക് സങ്കൽപ്പിക്കാൻ പോലും കഴിയില്ല. അത്തരമൊരു അധികാരശൂന്യത ഒഴിവാക്കാൻ നമ്മുടെ ഭരണഘടനാ ശില്പികൾ എന്തെല്ലാം കരുതലുകളാണ് എടുത്തിട്ടുള്ളതെന്ന് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം രാഷ്ട്രപതിയുടെ കസേര ഒഴിഞ്ഞുകിടന്നാലുള്ള പ്രശ്നം എന്താണ്, പിന്നെ ആ ഒഴിവ് എങ്ങനെ സംഭവിക്കാം, കാഷ്വൽ വേക്കൻസി എന്നൊരു സാഹചര്യം എങ്ങനെ നികത്തുന്നു, തെരഞ്ഞെടുപ്പിൽ ഒരു തർക്കം വന്നാൽ എന്തു ചെയ്യും, പിന്നെ ഏറ്റവും പ്രധാനമായി ആർട്ടിക്കിൾ 71 എന്ന അന്തിമ വിധി എന്താണെന്നും നമുക്ക് നോക്കാം. ശരി, നമുക്കിതിലേക്ക് കടക്കാം. ഇന്റർറെഗ്നം എന്നൊരു വാക്കുണ്ട്. അതിനർത്ഥം ഭരണത്തലവനില്ലാത്ത ഒരവസ്ഥ എന്നാണ്. ഇതൊരു രാജ്യത്തിന് എത്രത്തോളം അപകടകരമാണെന്ന് നമ്മുടെ ഭരണഘടനാ ശില്പികൾക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ നേതൃത്വത്തിൽ ഒരു നിമിഷം പോലും വിടവ് വരാതിരിക്കാൻ അവർ വളരെ ശക്തമായ സംവിധാനങ്ങൾ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രപതിയുടെയോ ഉപരാഷ്ട്രപതിയുടെയോ പദവിയിൽ എങ്ങനെയാണൊരു ഒഴിവ് വരുന്നത്? നമ്മുടെ ഭരണഘടന ഇതിന് കൃത്യമായി 5 വഴികളാണ് പറയുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ? രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും കസേര ഒഴിയാൻ സാധ്യതയുള്ള 5 സാഹചര്യങ്ങളാണിത്. ഒന്നുകിൽ 5 വർഷത്തെ കാലാവധി പൂർത്തിയാകണം, അല്ലെങ്കിൽ രാജിവെക്കാം, ഇംപീച്ച്മെന്റിലൂടെ പുറത്താക്കപ്പെടാം, പദവിയിലിരിക്കെ മരണം സംഭവിക്കാം, അതുമല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അസാധുവാക്കപ്പെടുകയോ മറ്റോ ചെയ്ത് അയോഗ്യത കൽപ്പിക്കാം. ഓരോന്നും ഭരണഘടനയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇനി കാലാവധി തീരുന്നതിനു മുൻപ് പെട്ടെന്നൊരൊഴിവ് വന്നാൽ എന്തു ചെയ്യും? അത്തരം സാഹചര്യങ്ങളെയാണ് ഭരണഘടന കാഷ്വൽ വേക്കൻസി എന്ന് വിളിക്കുന്നത്. ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നും അതിനുള്ള വഴികൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ഈ കാഷ്വൽ വേക്കൻസി? പേര് കേട്ട് പേടിക്കേണ്ട, വളരെ സിമ്പിളാണ്. ഒരു രാഷ്ട്രപതിയോ ഉപരാഷ്ട്രപതിയോ അവരുടെ 5 വർഷ കാലാവധി പൂർത്തിയാക്കുന്നതിനു മുൻപേ ചിലപ്പോൾ രാജിവെച്ചിട്ടോ മരണം സംഭവിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താലോ സ്ഥാനമൊഴിയേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണിത്. ഇവിടെയാണ് കാര്യത്തിന്റെ ഗൗരവം വരുന്നത്. ഇതൊരു സമയത്തിനെതിരെയുള്ള ഓട്ടമാണ്. ശരിക്കും രാഷ്ട്രപതിയുടെ കാര്യത്തില് ഒരു കാഷ്വൽ വേക്കൻസി ഉണ്ടായാൽ 6 മാസത്തിനുള്ളിൽ നിർബന്ധമായും പുതിയ തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കണം. ഇനി ഉപരാഷ്ട്രപതിയുടെ കാര്യത്തിലാണെങ്കിലോ ആർട്ടിക്കിൾ 68 പറയുന്നത് കഴിയുന്നത്ര വേഗത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ്. ഈ വിഷയത്തിന്റെ അടിയന്തര പ്രാധാന്യം ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണല്ലോ. അപ്പോ പുതിയ രാഷ്ട്രപതി വരുന്നതുവരെ ആ കസേര ഒഴിഞ്ഞുകിടക്കുമോ? ഒരിക്കലുമില്ല. അവിടെയാണ് ഉപരാഷ്ട്രപതിയുടെ റോള് വരുന്നത്. പുതിയ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതുവരെയുള്ള ആ ഇടവേളയിൽ ഉപരാഷ്ട്രപതി ആക്ടിംഗ് പ്രസിഡന്റായി പ്രവർത്തിക്കും. ഇത് ഭരണപരമായ തുടർച്ച ഉറപ്പാക്കുന്നതിൽ വളരെ നിർണായകമാണ്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഒരു ഒഴിവ് വന്നാൽ എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ചാണ്. പക്ഷെ ഇനി വേറൊരു സാഹചര്യം ചിന്തിച്ചു നോക്കൂ. നടന്ന തെരഞ്ഞെടുപ്പ് തന്നെ ശരിയല്ല എന്ന് ആരെങ്കിലും വാദിച്ചാലോ? അങ്ങനെയൊരു തർക്കം വരുമ്പോ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഇവിടെയാണ് നമ്മുടെ ഭരണഘടനയുടെ കരുത്ത് നമ്മൾ വീണ്ടും കാണുന്നത്. ഇത്രയും ഉയർന്ന പദവികളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു തർക്കമുണ്ടായാൽ അതിനു പരിഹാരം കാണാൻ ഒരു അന്തിമ അധികാരകേന്ദ്രം വേണ്ടേ? അതേതാണെന്നറിയാമോ? അതിനുള്ള ഒറ്റ ഉത്തരമേയുള്ളൂ ആർട്ടിക്കിൾ 71. ഇന്ത്യൻ ഭരണഘടനയിലെ ഈ ഒരൊറ്റ ആർട്ടിക്കിളാണ് ഈ വിഷയത്തിലെ എല്ലാ സംശയങ്ങൾക്കും തർക്കങ്ങൾക്കുമുള്ള അവസാന വാക്ക്. അപ്പോ എന്താണ് ഈ ആർട്ടിക്കിൾ 71? ഇത് ഒരു സ്ഥാപനത്തിന് നൽകുന്ന അധികാരം അത്ര ചെറുതൊന്നുമല്ല. നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ഈ പട്ടിക ഒന്ന് നോക്കൂ. ആർട്ടിക്കിൾ 71 പ്രകാരം രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിലെ എന്ത് തർക്കങ്ങളിലും അന്തിമ തീരുമാനമെടുക്കാനുള്ള പൂർണ്ണവും മൗലികവുമായ അധികാരം, അതായത് സുപ്രീം കോടതി ജൂറിസ്ഡിക്ഷൻ ഇന്ത്യൻ സുപ്രീം കോടതിക്ക് മാത്രമാണ്. മറ്റാർക്കും ഇതിൽ ഇടപെടാൻ കഴിയില്ല. എന്തിനാണിങ്ങനെ? രാജ്യത്തെ ഏറ്റവും ഉയർന്ന പദവികളിലെ തിരഞ്ഞെടുപ്പുകൾ അനന്തമായ നിയമയുദ്ധങ്ങളിൽ കുടുങ്ങി ഭരണസ്തംഭനം ഉണ്ടാകാതിരിക്കാനാണ് ഈ വ്യവസ്ഥ. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ തീരുമാനം അന്തിമമാണ്. ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട 3 പ്രധാന കാര്യങ്ങളുണ്ട്. 1. ഈ നിയമം രാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതിക്കും ഒരുപോലെയാണ്. 2. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ ഏതെങ്കിലും സീറ്റ് ഒഴിഞ്ഞുകിടക്കുകയാണെങ്കിൽ ആ കാരണം പറഞ്ഞ് തിരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്യാനാവില്ല. 3ാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും സുപ്രീം കോടതിയുടെ വിധി അന്തിമമാണ്. എല്ലാവരും അത് അംഗീകരിച്ചേ മതിയാവൂ. ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ചോദ്യം വരും. സുപ്രീം കോടതി ഒരു തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയെന്ന് വെക്കുക. അതിനെയാണ് നമ്മൾ കോഷിംഗ് ഓഫ് ഇലക്ഷൻ എന്ന് പറയുന്നത്.
അപ്പോ ആ സ്ഥാനത്തിരുന്ന വ്യക്തി അതുവരെ എടുത്ത തീരുമാനങ്ങൾക്ക് എന്ത് സംഭവിക്കും? അവയെല്ലാം അസാധുവാകുമോ? ഇല്ല. ഭരണഘടന വ്യക്തമായി പറയുന്നു, ആ തീരുമാനങ്ങൾക്കൊന്നും ഒരു കുഴപ്പവും സംഭവിക്കില്ല. അവയെല്ലാം നിയമപരമായി നിലനിൽക്കും. രാജ്യത്തിന്റെ ഭരണപരമായ സ്ഥിരത ഉറപ്പാക്കാൻ ഇത് വളരെ അത്യാവശ്യമാണ്. പ്രശസ്തമായ ഇന്ത്യൻ പൊളിറ്റി എന്ന പുസ്തകത്തിൽ എം ലക്ഷ്മികാന്ത് പറയുന്ന ഈ വാചകം ആർട്ടിക്കിൾ 17(1)ന്റെ സത്ത ഒറ്റയടിക്ക് വ്യക്തമാക്കുന്നുണ്ട്. സുപ്രീം കോടതിയുടെ തീരുമാനമാണ് അവസാന വാക്ക്. അതിനപ്പുറം ഒരു അപ്പീലില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ്: ഈ ഭരണഘടനാപരമായ വ്യവസ്ഥകൾ വെറും നിയമങ്ങൾ മാത്രമല്ല, അവ ഇന്ത്യയുടെ ജനാധിപത്യ ഘടനയുടെ അടിത്തറയാണ്. രാജ്യത്തിന് ഒരു നിമിഷം പോലും ഒരു നേതാവില്ലാത്ത അവസ്ഥ വരരുത് എന്നുറപ്പാക്കുന്ന ഒരു സുരക്ഷാ കവചമാണിത്. നമ്മുടെ ജനാധിപത്യം എത്രത്തോളം ശക്തമാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? ഇന്ത്യൻ പ്രസിഡന്റിനെ പുറത്താക്കാൻ ഇംപീച്ച്മെന്റ് വേണം, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ? പക്ഷേ ഉപരാഷ്ട്രപതിയുടെ കാര്യമോ? ആ നടപടിക്രമം തികച്ചും വ്യത്യസ്തവും വളരെ സവിശേഷവുമാണ്. ഇത് നമ്മൾ അതിലേക്കാണ് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ പോകുന്നത്. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ കാലാവധി, പിന്നെ അദ്ദേഹത്തെ സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള ആ യുണീക്കായ വഴികൾ നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം. അപ്പോൾ നമ്മളിന്ന് എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യം ഉപരാഷ്ട്രപതിയുടെ ആ സാധാരണ 5 വർഷ കാലാവധിയെക്കുറിച്ച് സംസാരിക്കും. പിന്നെ കാലാവധിക്ക് മുൻപ് ആ പദവിയിൽ എങ്ങനെ ഒഴിവുവരാം എന്ന് പരിശോധിക്കും. അതിനുശേഷം നമ്മുടെ പ്രധാന വിഷയമായ ആർട്ടിക്കിൾ 67 പ്രകാരമുള്ള നീക്കം ചെയ്യൽ നടപടിയിലേക്ക് കടക്കും. പിന്നീട് ഇരുസഭകൾക്കും ഇതിലുള്ള പങ്കെന്താണെന്നും അധികാരത്തിൽ ഒരു വിടവ് വരാതിരിക്കാൻ ഭരണഘടന എന്താണ് പറയുന്നതെന്നും നോക്കും. അവസാനം എന്തുകൊണ്ടാണ് ഈ നടപടിക്രമം ഇത്ര പ്രാധാന്യമർഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ശരി, അപ്പം നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ഒരു ഉപരാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി? ഉത്തരം വളരെ ലളിതമാണ്: 5 വർഷം. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഒരു ഉപരാഷ്ട്രപതി തന്റെ പദവിയിൽ പ്രവേശിക്കുന്ന ദിവസം മുതൽ കൃത്യം 5 വർഷത്തേക്കാണ് ആ സ്ഥാനത്ത് തുടരുക. ഇതൊരു നിശ്ചിത കാലാവധിയാണ്. 5 വർഷമാണ് സാധാരണ കാലാവധി എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ അതിനു മുൻപ് തന്നെ ആ പദവിയിൽ ഒഴിവു വരാനുള്ള സാധ്യതകളുണ്ട്. നമുക്കതിലേക്കൊന്ന് നോക്കാം. അതെ, തീർച്ചയായും 5 വർഷം പൂർത്തിയാക്കുന്നതിനു മുൻപും ഉപരാഷ്ട്രപതിയുടെ പദവിയിൽ ഒഴിവു വരാം. ഭരണഘടന അങ്ങനെയുള്ള പല സാഹചര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി പറയുന്നുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ആ പ്രധാന കാരണങ്ങൾ. കാലാവധി പൂർത്തിയാകുന്നത് ഒരു സ്വാഭാവികമായ കാര്യമാണ്. എന്നാൽ രാജിവെക്കുക, മരണം സംഭവിക്കുക, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കോടതി അസാധുവാക്കുക എന്നിവയിലൂടെയും പദവി ഒഴിയാം. ഇതിലേറ്റവും സങ്കീർണമായത് പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ആ പ്രക്രിയയാണ്. അത് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ഇനി ഒരു ഉപരാഷ്ട്രപതി സ്വയം രാജിവെക്കാൻ തീരുമാനിച്ചാൽ അതിനൊരു ലളിതമായ നടപടിക്രമമുണ്ട്. അദ്ദേഹം തന്റെ രാജിക്കത്ത് രാഷ്ട്രപതിയെ അഭിസംബോധന ചെയ്ത് രേഖാമൂലം സമർപ്പിക്കണം. ഇത് വളരെ ലളിതമായി തോന്നാമെങ്കിലും ഭരണഘടനാപരമായി വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വിശകലനത്തിന്റെ ഏറ്റവും കാതലായ ഭാഗത്തേക്ക് കടക്കുകയാണ്. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 67 പറയുന്ന ആ സവിശേഷമായ നടപടിക്രമം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെയാണ് നമ്മൾ ഏറ്റവും നിർണായകമായൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതുപോലെ ഒരു ഔദ്യോഗിക ഇംപീച്ച്മെന്റ് നടപടി ഉപരാഷ്ട്രപതിയുടെ കാര്യത്തിൽ ആവശ്യമില്ല. ഇത് രണ്ടും തമ്മിലുള്ള അടിസ്ഥാനപരമായ ഏറ്റവും വലിയ വ്യത്യാസമാണ്. അപ്പോൾ ഇംപീച്ച്മെന്റ് ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നത്? അതിന് കൃത്യമായ ചില ഘട്ടങ്ങളുണ്ട്. ആ നടപടിക്രമം മനസ്സിലാക്കുന്നതിന് മുൻപ് നമ്മൾ 2 പ്രധാന സാങ്കേതിക പദങ്ങൾ അറിഞ്ഞിരിക്കണം. അത് വളരെ പ്രധാനമാണ്. അതിലാദ്യത്തേതാണ് എഫക്റ്റീവ് മെജോറിറ്റി. ഇത് കേട്ട് പേടിക്കേണ്ട, വളരെ സിമ്പിളാണ്. സഭയുടെ ആ സമയത്തുള്ള മൊത്തം അംഗങ്ങളുടെ എണ്ണത്തിൽ നിന്ന് ഒഴിവുള്ള സീറ്റുകൾ കുറയ്ക്കുക. അപ്പോൾ കിട്ടുന്ന സംഖ്യയുടെ 50% കൂടുതൽ പേരുടെ പിന്തുണ. അതായത് അപ്പോൾ സഭയിൽ നിലവിലുള്ള അംഗങ്ങളുടെ ഭൂരിപക്ഷം. അത്രയുള്ളൂ. രണ്ടാമത്തെ പദമാണ് സിമ്പിൾ മെജോറിറ്റി. ഇത് ഇഫക്റ്റീവ് മെജോറിറ്റിയേക്കാൾ കുറച്ചുകൂടി ലളിതമാണ്. ഇവിടെ സഭയിൽ ആ സമയത്ത് ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ ഭൂരിപക്ഷം മാത്രം മതി. വോട്ട് ചെയ്യാത്തവരെയോ സഭയിലില്ലാത്തവരെയോ ഒന്നും പരിഗണിക്കില്ല. ഓക്കെ, അപ്പോൾ ഈ 4 ഘട്ടങ്ങൾ ഓർത്തുവെക്കുക. ഒന്നാമതായി 14 ദിവസത്തെ നോട്ടീസ് കൊടുക്കണം. രണ്ടാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, ഈ പ്രമേയം രാജ്യസഭയിൽ മാത്രമേ തുടങ്ങാൻ കഴിയൂ. അവിടെ അത് ഇഫക്റ്റീവ് മെജോറിറ്റി എന്ന ഉയർന്ന ഭൂരിപക്ഷത്തോടെ പാസ്സാക്കണം. അത് കഴിഞ്ഞാൽ ആ പ്രമേയം ലോക്സഭയിലേക്ക് പോകും. അവിടെ ഒരു സിമ്പിൾ മെജോറിറ്റി മതി അതിനെ അംഗീകരിക്കാൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാകും, അല്ലേ? ഈ നീക്കം ചെയ്യൽ പ്രക്രിയയിൽ പാർലമെന്റിന്റെ 2 സഭകൾക്കും തുല്യമായ പങ്കല്ല ഉള്ളത്. അവിടെ അധികാരത്തിൽ വ്യക്തമായ ഒരു അസന്തുലിതാവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും.
ഈ സ്ലൈഡിലേക്കൊന്ന് നോക്കൂ. ആ വ്യത്യാസം വളരെ വ്യക്തമാണ്. പ്രമേയം തുടങ്ങാനുള്ള പൂർണ്ണ അധികാരവും മുൻകൈയും രാജ്യസഭയ്ക്കാണ്. ലോകസഭയ്ക്ക് അതിന് കഴിയില്ല. രാജ്യസഭയിൽ എഫക്റ്റീവ് മെജോറിറ്റി എന്ന കടമ്പ കടക്കണം. എന്നാൽ ലോകസഭയ്ക്ക് വെറുമൊരു സിമ്പിൾ മെജോറിറ്റിയോടെ യോജിച്ചാൽ മാത്രം മതി. എന്തുകൊണ്ടാണ് രാജ്യസഭയ്ക്ക് ഈ പ്രത്യേക അധികാരം? കാരണം ഉപരാഷ്ട്രപതി പദവിയിലിരിക്കുന്നത് രാജ്യസഭയുടെ ചെയർമാനായിട്ടാണ്. ഇനി നമുക്ക് ഈ വിഷയത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വശത്തേക്ക് പോകാം. ഉപരാഷ്ട്രപതിയുടെ പദവിയിൽ ഒരു അധികാര വിടവ്, അതായത് ഒരു പവർ വാക്വം ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ ഭരണഘടനയിൽ എന്ത് സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്? ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒന്നാലോചിച്ചു നോക്കൂ. രാജ്യത്തിന്റെ ഭരണ തുടർച്ചയെ ബാധിച്ചേക്കാവുന്ന ഒരു സാഹചര്യമാണിത്. നമ്മുടെ ഭരണഘടനാ ശില്പികൾ ഇങ്ങനെയൊരു അവസ്ഥ മുൻകൂട്ടി കണ്ടിരുന്നു. അതിനൊരു പരിഹാരവും വെച്ചിട്ടുണ്ട്. ഈ ഒരു അധികാര വിടവിനെയാണ് ഇംഗ്ലീഷിൽ ഇന്റർറെഗ്നം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഭരണാധികാരി പോയി അടുത്തയാൾ വരുന്നതുവരെയുള്ള ഒരിടവേള. ഇന്ത്യൻ ഭരണഘടന ഇത്തരമൊരു ഇന്റർറെഗ്നം ഉണ്ടാകുന്നത് തടയാൻ വ്യക്തമായ ഒരു വ്യവസ്ഥ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതാണ് ആ സുരക്ഷാ സംവിധാനം. വളരെ ലളിതവും എന്നാൽ ശക്തവുമാണ്. ഒരാളുടെ 5 വർഷത്തെ കാലാവധി കഴിഞ്ഞാലും പുതിയ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുക്കപ്പെട്ട ചുമതലയേൽക്കുന്നതുവരെ പഴയയാൾക്ക് ആ സ്ഥാനത്ത് തുടരാം. ഇത് രാജ്യത്തിന്റെ ഭരണപരമായ തുടർച്ചയും സ്ഥിരതയും ഉറപ്പാക്കുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത ഈ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന ഈ നടപടിക്രമത്തിന്റെ യഥാർത്ഥ പ്രാധാന്യം എന്താണ്? എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെയൊരു രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്? ഇതിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഒന്ന്, ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമം രാഷ്ട്രപതിയുടേതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഇത് രാജ്യസഭയുടെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. അതേസമയം ലോക്സഭയുടെ അംഗീകാരം വേണമെന്നുള്ളതുകൊണ്ട് അധികാരത്തിന് ഒരു സന്തുലിതാവസ്ഥയും നൽകുന്നു. പിന്നെ ഏറ്റവും പ്രധാനമായി ആ ഹോൾഡ് ഓവർ വ്യവസ്ഥ ഒരു അധികാര വിടവുണ്ടാകാതെ രാജ്യത്തിന്റെ ഭരണ തുടർച്ച ഉറപ്പാക്കുന്നു. പോകുന്നതിനു മുൻപ് നിങ്ങളുടെ ചിന്തയ്ക്കായി ഞാനൊരു ചോദ്യം തരാം. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള ഈ പ്രക്രിയയിൽ രാജ്യസഭയ്ക്ക് നൽകിയിരിക്കുന്ന ഈ മുൻതൂക്കം നമ്മുടെ ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നതിൻ്റെ ഒരു സൂചനയായി നമുക്ക് കാണാൻ കഴിയുമോ? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. അടുത്ത തവണ മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി. നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയെക്കുറിച്ചാണ്. പലപ്പോഴും നമ്മൾ അത്ര ശ്രദ്ധിക്കാത്ത പക്ഷെ വളരെ നിർണായകമായ ഒരു പദവി. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ, ചുമതലകൾ? നമുക്ക് വിശദമായി നോക്കാം. അപ്പോ ഈ ഉപരാഷ്ട്രപതി പദവി വെറുമൊരു ആലങ്കാരിക സ്ഥാനം മാത്രമാണോ, അതോ ഭരണഘടന നൽകുന്ന വലിയ അധികാരങ്ങളുള്ള ഒന്നാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ചിലപ്പോൾ നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തിയേക്കാം. നമുക്കിതിലേക്കൊന്ന് ആഴ്ന്നിറങ്ങി നോക്കാം. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഉപരാഷ്ട്രപതിയുടെ 2 പ്രധാന റോളുകൾ, പിന്നെ അദ്ദേഹത്തിന്റെ ലെജിസ്ലേറ്റീവ് ചുമതലയായ രാജ്യസഭാ ചെയർമാൻ എന്ന പദവി, അടുത്തത് എക്സിക്യൂട്ടീവ് ചുമതല, അതായത് ആക്ടിംഗ് പ്രസിഡന്റ് ആകുന്നതെങ്ങനെയെന്ന്. ഈ റോളുകൾ എപ്പോഴാണ് മാറേണ്ടി വരുന്നത്? പിന്നെ എന്തിനാണ് ഈ പദവി? അതിന്റെ പ്രാധാന്യം എന്താണ്? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഉപരാഷ്ട്രപതിയുടെ ഈ 2 പ്രധാന റോളുകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇരട്ട ഭരണഘടനാപരമായ പങ്ക് എന്താണെന്ന് നോക്കാം. ഇതിനെ സിമ്പിളായി പറഞ്ഞാൽ ഉപരാഷ്ട്രപതി ഒരേ സമയം 2 തൊപ്പികൾ അണിയുന്നു എന്ന് പറയാം. ഒന്ന്, നിയമനിർമ്മാണ സഭയുടെ തലവൻ എന്ന നിലയിൽ, അതായത് രാജ്യസഭയുടെ. മറ്റൊന്ന്, രാജ്യത്തിന്റെ തന്നെ തലവനാകാൻ സാധ്യതയുള്ള ഒരാൾ എന്ന നിലയിൽ. ഈ ഒരു ഇരട്ട സ്വഭാവമാണ് ഈ പദവിയെ ശരിക്കും സവിശേഷമാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ തൊപ്പിയിലേക്ക്, അതായത് ലെജിസ്ലേറ്റീവ് റോളിലേക്ക് കടക്കാം. രാജ്യസഭയുടെ എക്സ്-ഒഫീഷ്യോ ചെയർമാൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പങ്കെന്താണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ എക്സ്-ഒഫീഷ്യോ എന്നൊരു വാക്ക് കാണുന്നുണ്ടല്ലേ? ഇതൊരു ലാറ്റിൻ വാക്കാണ്. സിമ്പിളായി പറഞ്ഞാൽ ആ പദവിയിൽ ഇരിക്കുന്നതുകൊണ്ട് മാത്രം എന്നാണ് അർത്ഥം. അതായത് ഒരാൾ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഓട്ടോമാറ്റിക്കായി അയാൾ രാജ്യസഭയുടെ ചെയർമാനുമാകും. വേറെ നിയമനത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഈ 2 പദവികളും ഒന്നോടൊന്ന് ചേർന്നാണ് പോകുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 64-ലാണ് ഇത് വ്യക്തമായി പറയുന്നത്. ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ എക്സ്-ഒഫീഷ്യോ ചെയർമാൻ ആയിരിക്കുമെന്ന്. ഈയൊരു റോളിൽ അദ്ദേഹത്തിന്റെ അധികാരങ്ങളും ഫംഗ്ഷൻസുമൊക്കെ ഒരുവിധം ലോക്സഭാ സ്പീക്കറുടേതിന് തുല്യമാണ്. പക്ഷെ ചില പ്രധാന വ്യത്യാസങ്ങളുമുണ്ട്. അപ്പോ എന്തൊക്കെയാണ് ആ വ്യത്യാസങ്ങൾ? നമുക്ക് നോക്കാം. 2 ആൾക്കും സഭ നിയന്ത്രിക്കാനും ക്രമം പാലിക്കാനും
വോട്ടുകൾ തുല്യമായാൽ ഒരു കാസ്റ്റിംഗ് വോട്ട് ചെയ്യാനും അധികാരമുണ്ട്. പക്ഷേ പ്രധാന വ്യത്യാസം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ചെയർമാന് ഒരു ബില്ല് മണിബില്ലാണോ എന്ന് സർട്ടിഫൈ ചെയ്യാൻ പറ്റില്ല. അത് സ്പീക്കറുടെ മാത്രം അധികാരമാണ്. അതുപോലെ പാർലമെന്റിന്റെ ഒരു ജോയിന്റ് സിറ്റിംഗ്, അതായത് ലോക്സഭയും രാജ്യസഭയും ഒരുമിച്ചിരിക്കുമ്പോൾ അവിടെ അധ്യക്ഷനാകുന്നതും സ്പീക്കറാണ്, ചെയർമാനല്ല. ഇപ്പൊ നമ്മൾ കാസ്റ്റിംഗ് വോട്ട് എന്ന് പറഞ്ഞില്ലേ, അതെന്താണെന്ന് നോക്കാം. സാധാരണഗതിയിൽ രാജ്യസഭയിലെ ഒരു വോട്ടെടുപ്പിൽ ചെയർമാൻ വോട്ട് ചെയ്യില്ല, കാരണം അദ്ദേഹം ഒരു നിഷ്പക്ഷനായിരിക്കണം. പക്ഷെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ വോട്ടുകൾ തുല്യമായി വന്നാൽ, അതായത് ഒരു ടൈ വന്നാൽ, ആ കെട്ടഴിക്കാനായി ഒരു നിർണായക വോട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട്. അതിനെയാണ് കാസ്റ്റിംഗ് വോട്ട് എന്ന് പറയുന്നത്. ശരി, അപ്പോൾ ലെജിസ്ലേറ്റീവ് തൊപ്പി നമ്മൾ കണ്ടു. ഇനി നമുക്ക് രണ്ടാമത്തെ കുറച്ചുകൂടി ഗൗരവമേറിയ റോളിലേക്ക് പോകാം, എക്സിക്യൂട്ടീവ് തൊപ്പി, അതായത് ആക്ടിംഗ് പ്രസിഡന്റ് എന്ന പദവി. അപ്പോ എപ്പോഴൊക്കെയാണ് ഉപരാഷ്ട്രപതിക്ക് ആക്ടിംഗ് പ്രസിഡന്റ് ആകേണ്ടി വരുന്നത്? ആർട്ടിക്കിൾ 65 പ്രകാരം പ്രധാനമായും 4 സാഹചര്യങ്ങളിലാണ് അത് സംഭവിക്കുന്നത്. 1. രാഷ്ട്രപതി മരണപ്പെട്ടാൽ. 2. അദ്ദേഹം രാജിവെച്ചാൽ. 3. ഇംപീച്ച്മെന്റിലൂടെ അദ്ദേഹത്തെ നീക്കം ചെയ്താൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ, ഉദാഹരണത്തിന് തിരഞ്ഞെടുപ്പ് അസാധുവാക്കപ്പെട്ടാൽ. ഈ സാഹചര്യങ്ങളിലെല്ലാം ഉപരാഷ്ട്രപതി ആക്ടിംഗ് പ്രസിഡന്റായി ചുമതലയേൽക്കും. ഈ ആക്ടിംഗ് പ്രസിഡന്റ് എന്ന വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊരു താൽക്കാലിക റോളാണ്. പക്ഷേ ആ താൽക്കാലിക കാലയളവിൽ രാഷ്ട്രപതിയുടെ എല്ലാ അധികാരങ്ങളും സംരക്ഷണങ്ങളും ശമ്പളവും എലവൻസുകളുമെല്ലാം ഉപരാഷ്ട്രപതിക്കായിരിക്കും. പുതിയൊരു രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതുവരെ ഈ ഒരു സ്ഥിതി തുടരും. ഇനി ആക്ടിംഗ് പ്രസിഡന്റ് എന്നതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുള്ളൊരു കാര്യമാണ് ഡിസ്ചാർജ് ഓഫ് ഫങ്ഷൻസ്. ഇത് രണ്ടും ഒന്നല്ല. ഇപ്പോഴുള്ള രാഷ്ട്രപതിക്ക് അസുഖം കാരണമോ ഒരു വിദേശയാത്ര കാരണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താൽക്കാലികമായ കാരണത്താലോ ചുമതലകൾ നിർവഹിക്കാൻ പറ്റുന്നില്ല എന്ന് കരുതുക. അപ്പോൾ ഉപരാഷ്ട്രപതി അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കും. ഇവിടെ രാഷ്ട്രപതിയുടെ പദവി ഒഴിഞ്ഞുകിടക്കുന്നില്ല, അദ്ദേഹം തിരികെ വരും. അതാണ് വ്യത്യാസം. അപ്പോ ഈ ഒരു റോൾ മാറ്റം എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഉപരാഷ്ട്രപതി ആക്ടിംഗ് പ്രസിഡന്റായി മാറുമ്പോൾ ഭരണഘടനാപരമായി എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? അതിന്റെ സ്റ്റെപ്പുകൾ വളരെ വ്യക്തമാണ്. ഒന്നാമതായി, രാഷ്ട്രപതിയുടെ ഓഫീസിൽ ഒരു ഒഴിവ് വരുന്നു. ഉടൻ തന്നെ ഉപരാഷ്ട്രപതി ആക്ടിംഗ് പ്രസിഡന്റായി ചുമതലയേൽക്കുന്നു. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ നിമിഷം മുതൽ അദ്ദേഹം രാജ്യസഭാ ചെയർമാന്റെ ചുമതലകൾ നിർവഹിക്കുന്നത് നിർത്തും. ആ സമയത്ത് രാജ്യസഭയുടെ കാര്യങ്ങൾ നോക്കുന്നത് ഡെപ്യൂട്ടി ചെയർമാനായിരിക്കും. ഒരേ സമയം 2 പദവിയും വഹിക്കാൻ പറ്റില്ല. ഇതോടൊപ്പം വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റമുണ്ട്. ആക്ടിംഗ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഉപരാഷ്ട്രപതിക്ക് ലഭിക്കുന്നത് രാഷ്ട്രപതിയുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളുമാണ്, രാജ്യസഭാ ചെയർമാന്റെ ശമ്പളമല്ല. ഇത് വെറുമൊരു സാമ്പത്തിക കാര്യമല്ല. ആ പദവിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും അധികാരങ്ങളും പൂർണ്ണമായി അദ്ദേഹത്തിലേക്ക് മാറിയെന്ന് ഉറപ്പിക്കുന്ന ഒരു ഭരണഘടനാപരമായ സൂചന കൂടിയാണിത്. അപ്പോ എത്ര കാലം ഉപരാഷ്ട്രപതിക്ക് ആക്ടിംഗ് പ്രസിഡന്റായി തുടരാൻ പറ്റും? അതിനൊരു സമയപരിധിയുണ്ട്, 6 മാസം. ഈ 6 മാസത്തിനുള്ളിൽ പുതിയൊരു രാഷ്ട്രപതിയെ തിരഞ്ഞെടുത്തിരിക്കണം. രാജ്യത്തിന്റെ തലപ്പത്ത് സ്ഥിരമായി ഒരാളുണ്ടാവണം എന്ന് ഭരണഘടന ഉറപ്പാക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോ നമ്മൾ ഈ 2 റോളുകളും കണ്ടു. ഇനി നമുക്ക് ഇതെല്ലാം കൂട്ടിയൊന്ന് ചിന്തിക്കാം. എന്തിനാണ് യഥാർത്ഥത്തിൽ ഉപരാഷ്ട്രപതി എന്നൊരു പദവി? എന്താണിതിന്റെ പ്രാധാന്യം? ചില നിരീക്ഷകരൊക്കെ ഈ പദവിയെ ഹിസ് സൂപ്പർഫ്ലൂവസ് ഹൈനസ് എന്നൊക്കെ തമാശയായി വിളിച്ചിട്ടുണ്ട്. അതായത് അത്രയ്ക്കൊന്നും ആവശ്യമില്ലാത്തൊരു പദവിയെന്ന്. പക്ഷെ അങ്ങനെയൊരു വിമർശനം പറയുമ്പോൾ നമ്മൾ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം മറന്നുപോകുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ പദവി ഉണ്ടാക്കിയതിന് പിന്നിൽ വളരെ വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു: ഇന്ത്യൻ സ്റ്റേറ്റിന്റെ രാഷ്ട്രീയ തുടർച്ച ഉറപ്പാക്കുക എന്നത്. ഒന്നോർത്തു നോക്കൂ, രാഷ്ട്രപതിയുടെ പദവിയിൽ പെട്ടെന്നൊരു ഒഴിവ് വന്നാൽ എന്ത് സംഭവിക്കും? ആ ഒരു അധികാരശൂന്യത ഒഴിവാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാപരമായ സംവിധാനമാണ് ഉപരാഷ്ട്രപതി. അപ്പോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്ത സ്ഥിതിക്ക് ഒരു ചോദ്യം ബാക്കിയുണ്ട്. ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ ഏറ്റവും വിലകറച്ച് കാണപ്പെടുന്ന ഒരു പദവിയാണോ ഉപരാഷ്ട്രപതിയുടേത്? രാജ്യസഭയെ നയിക്കുന്ന, എന്നാൽ ഏത് നിമിഷവും രാജ്യത്തെ തന്നെ നയിക്കാൻ തയ്യാറായിരിക്കേണ്ട ഒരാള്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്ത് തോന്നുന്നു? ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് പദവി, അത് അമേരിക്കൻ വൈസ് പ്രസിഡന്റിന്റെ ഒരു കോപ്പിയാണോ? പലരും അങ്ങനെയാണ് പറയാറ്. ഒറ്റനോട്ടത്തിൽ നോക്കിയാൽ അതെ എന്ന് തോന്നുകയും ചെയ്യും. പക്ഷേ സത്യം പറഞ്ഞാൽ കാര്യങ്ങൾ അത്ര സിമ്പിളല്ല. എന്തുകൊണ്ടാണ് ആ വ്യത്യാസം ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത്? നമുക്കൊന്ന് വിശദമായി നോക്കാം.
അപ്പോ നമ്മുടെ ഭരണഘടനയുണ്ടാക്കിയ സമയത്ത് ഈ ഉപരാഷ്ട്രപതി എന്ന പദവി രൂപകൽപ്പന ചെയ്തപ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു പ്രധാന മോഡൽ അമേരിക്കയുടേതായിരുന്നു. ഇത് വെറുമൊരു തോന്നലല്ല, നമ്മുടെ ഈ മുഴുവൻ ചർച്ചയുടെയും അടിസ്ഥാനം തന്നെ ഈ ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെയാണ് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യം. മാതൃകയാക്കി എന്ന് പറഞ്ഞാൽ അതേപോലെ കോപ്പിയടിച്ചു എന്നാണോ അർത്ഥം? അതോ നമ്മുടെ ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് ചേരുന്ന രീതിയിൽ വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ? നമുക്കൊന്ന് നോക്കാം. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ ആദ്യം ഈ രണ്ട് ഓഫീസുകളും തമ്മിൽ എവിടെയൊക്കെയാണ് ഒരുപോലെ ഇരിക്കുന്നതെന്ന് നോക്കണം, അല്ലേ? എന്തൊക്കെയാണ് ആ സമാനതകൾ? തിരഞ്ഞെടുക്കുന്ന രീതിയിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു കാര്യം കോമൺ ആണ്. രണ്ട് രാജ്യത്തും ഇതൊരു പരോക്ഷ തിരഞ്ഞെടുപ്പാണ്. അതായത് ജനങ്ങൾ നേരിട്ടല്ല വോട്ട് ചെയ്ത് വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. ഇതാണ് ഒരുപക്ഷെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന സാമ്യം. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് രാജ്യസഭയുടെ ചെയർമാനാണ്. അതുപോലെ തന്നെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് അവിടുത്തെ ഉപരിസഭയായ സെനറ്റിന്റെ പ്രസിഡന്റുമാണ്. ശരി, അപ്പൊ സാമ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇവരുടെ പ്രധാന ചുമതലകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് താരതമ്യം ചെയ്യാം. ഇവിടെയാണ് ആ അമേരിക്കൻ മാതൃകയും അതിൽ നിന്ന് ഇന്ത്യ എങ്ങനെ വ്യത്യസ്തമാകുന്നുവെന്നും നമുക്ക് ശരിക്കും മനസ്സിലാവുക. ഈ ടേബിളിലേക്കൊന്ന് നോക്കിക്കേ. രാജ്യസഭയുടെ അധ്യക്ഷൻ, സെനറ്റിന്റെ പ്രസിഡന്റ്, രണ്ടിടത്തും ഉപരിസഭയുടെ തലപ്പത്തിരിക്കുന്നു. വോട്ടെടുപ്പിൽ ടൈ ആയാൽ മാത്രം വോട്ട് ചെയ്യാനുള്ളൊരു കാസ്റ്റിംഗ് വോട്ട് അധികാരമുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ആ മാതൃകയാക്കി എന്ന ആശയം കൂടുതൽ ഉറപ്പിക്കും. പക്ഷെ ഓർക്കണം, കഥ ഇവിടെ തീരുന്നില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഇനി നമ്മൾ വരാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസത്തിലേക്കാണ്. സക്സഷൻ ടു പ്രസിഡൻസി. അതായത് പ്രസിഡന്റിന്റെ കസേര ഒഴിഞ്ഞുകിടന്നാൽ എന്ത് സംഭവിക്കും? ഈ ഒരു കാര്യത്തിലാണ് ഇന്ത്യയും അമേരിക്കയും രണ്ട് വഴിക്കായി പോകുന്നത്. ഈ ഒരു ഇംഗ്ലീഷ് വാചകം പ്രത്യേകം ശ്രദ്ധിക്കണം. അൺഎക്സ്പയർഡ് ടേം. ഇതിന്റെ അർത്ഥം ഇതാണ്: പ്രസിഡന്റിന്റെ കാലാവധി തീരുന്നതിനു മുമ്പ് ആ സ്ഥാനം ഒഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം മുഴുവൻ, ഒരു ദിവസമോ ഒരു വർഷമോ ആകട്ടെ, ആ സമയം മുഴുവൻ അടുത്തയാൾക്ക് പ്രസിഡന്റായി തുടരാൻ കിട്ടുന്നു. അമേരിക്കൻ സിസ്റ്റത്തിന്റെ അടിത്തറയാണിത്. കണ്ടോ ആ വ്യത്യാസം? അമേരിക്കയിലെ പ്രസിഡന്റിന്റെ പദവി ഒഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റ് പുതിയ പ്രസിഡന്റായി തീരുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള കാലാവധി മുഴുവൻ ഭരിക്കും. എന്നാൽ ഇന്ത്യയിലോ, പ്രസിഡന്റിന്റെ പദവി ഒഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റ് ആക്ടിംഗ് പ്രസിഡന്റായി പ്രവർത്തിക്കുകയുള്ളൂ. വെറും 6 മാസത്തേക്ക് മാത്രം. അതിനുള്ളിൽ പുതിയൊരു പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തിരിക്കണം. അപ്പോ ഒന്നുകൂടി ഉറപ്പിച്ചു പറയാം. ഇന്ത്യയിൽ പ്രസിഡന്റിന്റെ കസേര ഒഴിഞ്ഞാൽ ഉപരാഷ്ട്രപതിക്ക് ആ കസേര സ്ഥിരമായിട്ട് കിട്ടില്ല. ഇതൊരു ചെറിയ നടപടിക്രമത്തിലെ വ്യത്യാസമല്ല. അധികാരത്തെക്കുറിച്ചുള്ള 2 വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. അധികാര കൈമാറ്റത്തിലെ ഈയൊരു വ്യത്യാസം കാരണം ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ പദവിയെക്കുറിച്ച് വളരെ രസകരമായ ഒരു വിമർശനം തന്നെയുണ്ട്. ഹിസ് സൂപ്പർഫ്ലൂവസ് ഹൈനസ്. മലയാളത്തിലേക്ക് മാറ്റിയാൽ അനാവശ്യമായ ഔന്നത്യം എന്നൊക്കെ പറയാം. അതായത് വലിയ സ്ഥാനമൊക്കെയാണ്, പക്ഷെ കാര്യമായ പ്രയോജനമൊന്നുമില്ല എന്ന്. എന്തുകൊണ്ടാണ് ചിലരെങ്കിലും ഈ പദവിയെ അങ്ങനെ കാണുന്നത്? അതിന് പ്രധാനമായും കുറച്ചു കാരണങ്ങളുണ്ട്. ഒന്ന്, വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് സ്വന്തമായി വലിയ അധികാരങ്ങളോ ചുമതലകളോ ഇല്ല. അദ്ദേഹത്തിന്റെ പ്രധാന ജോലി രാജ്യസഭാ ചെയർമാൻ എന്നതാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രസിഡന്റ് ആകുന്നത് താൽക്കാലികമായി മാത്രമാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ രാഷ്ട്രീയ തുടർച്ച ഉറപ്പാക്കുക എന്നതിനപ്പുറം വലിയ പ്രാധാന്യമില്ലെന്ന് ചിലർ വാദിക്കുന്നു. അപ്പോ ഇതെല്ലാം കേൾക്കുമ്പോൾ തോന്നാം, ഈ പദവിക്ക് അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ലല്ലോ എന്ന്. പക്ഷേ അതൊരു പോരായ്മയാണോ? അതോ നമ്മുടെ ഭരണഘടനാ ശില്പികൾ മനഃപൂർവ്വം അങ്ങനെ ഡിസൈൻ ചെയ്തതാണോ? ഇതിന്റെ ഉത്തരം നമ്മുടെ ഭരണരീതിയിൽ തന്നെയാണ് കിടക്കുന്നത്. അമേരിക്ക ഒരു പ്രസിഡൻഷ്യൽ സിസ്റ്റമാണ്. അവിടെ പ്രസിഡന്റാണ് എല്ലാം. എന്നാൽ ഇന്ത്യ ഒരു പാർലമെന്ററി സിസ്റ്റമാണ്. ഇവിടെ യഥാർത്ഥ അധികാരം പ്രധാനമന്ത്രിയും മന്ത്രിസഭയ്ക്കുമാണ്. അതുകൊണ്ട് ഇന്ത്യയിലൊരു പ്രസിഡന്റ് ഇല്ലാതായാൽ പെട്ടെന്നൊരാൾ ആ കസേരയിൽ സ്ഥിരമായിരിക്കേണ്ട ആവശ്യമില്ല. പകരം പുതിയൊരാളെ തിരഞ്ഞെടുക്കുന്നതുവരെ രാജ്യത്തിന് ഒരു തലവനുണ്ട് എന്നുറപ്പാക്കിയാൽ മതി. ഇത് യാദൃച്ഛികമായി സംഭവിച്ചതല്ല. ഇതൊരു ബോധപൂർവമായ തീരുമാനമായിരുന്നു. അപ്പൊ അവസാനം നമ്മൾ ഈയൊരു ചോദ്യത്തിലാണ് എത്തുന്നത്. ഇന്ത്യൻ ഉപരാഷ്ട്രപതി പദവി എന്തെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ രാജ്യത്തിന് താങ്ങാകുന്ന ഒരു സേഫ്റ്റി നെറ്റാണോ, അതോ വലിയ അധികാരങ്ങളൊന്നുമില്ലാത്ത ഒരു ആലങ്കാരിക പദവി മാത്രമായി ഒതുങ്ങുന്നുണ്ടോ? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഈ വിശകലനം നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു.